എല്ലാവർക്കും നമസ്കാരം. എൻ്റെ അടുത്തിപ്പോൾ സാംസങ്ങിൻ്റെ ഏറ്റവും പുതിയ 2 ഫോണുകളുണ്ട്. ഇതിൻ്റെ പ്രത്യേകത എന്തെന്നാൽ ഇത് നമ്മളിങ്ങനെ സാധാരണ ഉപയോഗിച്ചുകൊണ്ടിരുന്നിട്ട് ആവശ്യം കഴിയുമ്പോൾ മടക്കി പോക്കറ്റിലിട്ട് നമുക്ക് കൊണ്ടുപോകാം. അടുത്തതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മളിങ്ങനെ സാധാരണ പോലെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുറച്ചുകൂടെ വലിയൊരു സ്ക്രീൻ വേണമെന്ന് തോന്നിയാൽ ഇതിങ്ങനെ തുറന്ന് വലിയ സ്ക്രീനിൽ ഉപയോഗിക്കാം. ഇത് ഫോണുകളുടെ റിവ്യൂ ഒന്നും അല്ല കേട്ടോ. ഈ ഡിസ്പ്ലേകൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, എങ്ങനെയാണ് മടങ്ങാനും നിവരാനും സാധ്യമാവുന്നത്, നമ്മുടെ ഫോണുകളിലും ടി വികളിലും ലാപ്ടോപ്പുകളിലുമൊക്കെയുള്ള LCD, LED, OLED തുടങ്ങിയ ഡിജിറ്റൽ ഡിസ്പ്ലേ ടെക്നോളജികളുടെ പ്രവർത്തനം മനസ്സിലാക്കുകയും ഫോൾഡിംഗ് ഡിസ്പ്ലേസ് പോലെയുള്ള ഇനി വരാൻ പോകുന്ന ടെക്നോളജിയെ പറ്റി അറിയുകയും ഒപ്പം പിക്സൽ, റെസൊല്യൂഷൻ, ആസ്പെക്ട് റേഷ്യോ എന്നൊക്കെ പറഞ്ഞാൽ എന്താണ് എന്ന് കൃത്യമായി മനസ്സിലാക്കുകയും ചെയ്യാം ഇന്നത്തെ സൈക്കേർലം വീഡിയോയിൽ. ആദ്യം എങ്ങനെയാണ് ഒരു ഡിസ്പ്ലേ പ്രവർത്തിക്കുന്നതെന്ന് ലളിതമായ ഒരു വർക്കിംഗ് മോഡൽ വെച്ച് നമുക്ക് മനസ്സിലാക്കാം. അതിനായി ഈ ഒരു കാർഡ്ബോർഡ് കുറച്ച് ഭാഗം മുറിച്ച് മാറ്റി അതിലൊരു വെള്ള പേപ്പർ ഒട്ടിച്ചിങ്ങനെ എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഉള്ളിൽ ഒരു ബൾബ് ഇടണം. ഞാനിവിടെ ഈ CFL ബൾബാണ് ഇടുന്നത്. നമ്മുടെ സ്ക്രീൻ റെഡി. ഇനി ഇതിൽ ചിത്രങ്ങൾ എങ്ങനെ ഉണ്ടാവും? അതിനായി ഞാൻ കറുത്ത കാർഡ്ബോർഡ് മുറിച്ച് ഇതേപോലെ ചെറിയ ചതുരങ്ങളായി എടുത്തിട്ടുണ്ട്. ഇവയെ നമുക്ക് പിക്സലുകൾ എന്ന് വിളിക്കാം. ഇപ്പോൾ ഈ സ്ക്രീനിൽ ഫുള്ള് വൈറ്റ് ആണല്ലോ. ഈ പിക്സലുകൾ വെച്ച് ഇങ്ങനെ കവർ ചെയ്താൽ ഇത് ബ്ലാക്ക് ആവും. കൂടുതൽ നന്നായി കാണാനാവുക ഒരു ഡാർക്ക് റൂമിലായിരിക്കും. ഇനി ഈ പിക്സലുകളിൽ ഏത് വൈറ്റ് ആവണം, ഏത് ബ്ലാക്ക് ആവണം എന്നതനുസരിച്ച് മാറ്റം വരുത്തിയാൽ അക്ഷരങ്ങളും അക്കങ്ങളും വിവിധ പാറ്റേൺസും ഒക്കെ നമ്മുടെ സ്ക്രീനിൽ ഉണ്ടാക്കാം. ഒരു LCD സ്ക്രീനിൻ്റെ ബേസിക് പ്രവർത്തന രീതിയാണ് നമ്മളിപ്പോൾ ഡെമോൺസ്ട്രേറ്റ് ചെയ്തത്. ഇതിൽ ഏതൊക്കെ പിക്സൽസ് ഓൺ അല്ലെങ്കിൽ ഓഫ് ആണതനുസരിച്ച് സ്ക്രീനിൽ ഇമേജ് ഉണ്ടാവുന്നു. ഈ പിക്സലുകൾ തന്നെ ലൈറ്റ് ഉണ്ടാക്കുന്നില്ല. ഒരു ബാക്ക് ലൈറ്റിൽ നിന്നുള്ള പ്രകാശം കടത്തി വിടുകയോ അല്ലെങ്കിൽ ബ്ലോക്ക് ചെയ്യുകയാണ് ഇവ ചെയ്യുന്നത്. നമ്മൾ ഉണ്ടാക്കിയ ഈ സ്ക്രീനിൽ ഒരു സൈഡിൽ 5 പിക്സലുകളും മറ്റേ സൈഡിലും 5 പിക്സലുകളാണ് ഉള്ളത്. മൊത്തം 5x5 25 പിക്സലുകൾ. അപ്പം നമ്മുടെ ഈ സ്ക്രീനിൻ്റെ റെസൊല്യൂഷൻ 5x5 ആണ്. കൂടുതൽ പിക്സലുകൾ ഉണ്ടെങ്കിൽ കൂടുതൽ ക്ലാരിറ്റി ഉള്ള ഇമേജ് ഉണ്ടാക്കാൻ കഴിയും. ഈ പിക്സലുകളുടെ എണ്ണം വെച്ചിട്ടാണ് നാം HD, Full HD, 2K, 4K എന്നൊക്കെ റെസൊല്യൂഷൻ പറയുന്നത്. ഉദാഹരണത്തിന് ഈ 4K TV നോക്കാം. 4K എന്നാൽ 3840x2160 പിക്സൽസ് ആണ്. അതായത് ഈ സൈഡിൽ 2160 പിക്സലുകളും ഈ സൈഡിൽ 3840 പിക്സലുകളും ഉണ്ട്. ആകെ മൊത്തം ഒരു 4K ഡിസ്പ്ലേയിൽ 83 ലക്ഷത്തോളം പിക്സലുകളുണ്ട്. നമ്മൾ ഉണ്ടാക്കിയ സ്ക്രീൻ സമചതുരമാണല്ലേ. എന്നാൽ ഈ TVയുടെ സ്ക്രീനിൻ്റെ ഈ നീളം കൂടുതലും പൊക്കം കുറവാണ്. ഇപ്പോഴുള്ള മോണിറ്ററുകളും ഫോണുകളും TVയും ഒക്കെ ഇങ്ങനെ വൈഡ് സ്ക്രീൻ ഡിസ്പ്ലേ ആണെന്ന് കാണാം. ഡിസ്പ്ലേയുടെ നീളവും വീതിയും തമ്മിലുള്ള അനുപാതമാണ് ആസ്പെക്ട് റേഷ്യോ. മുമ്പ് പറഞ്ഞ പിക്സൽ റെസൊല്യൂഷൻ്റെ അനുപാതം കണക്കാക്കിയാൽ ഈ ആസ്പെക്ട് റേഷ്യോ കിട്ടും. നമ്മൾ ഉണ്ടാക്കിയ സ്ക്രീനിൽ 1:1 ആസ്പെക്ട് റേഷ്യോ ആണ്, സമചതുരം. എന്നാൽ ഈ TVയുടെ നോക്കിയാൽ 16:9 എന്ന് കിട്ടും. ഇതാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഫോമാറ്റ്. അപ്പോൾ ആസ്പെക്ട് റേഷ്യോയും ഡിസ്പ്ലേ റെസൊല്യൂഷനും ഒക്കെ മനസ്സിലായല്ലോ. LCDയുടെ പ്രവർത്തനത്തിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾ പിക്സലുകൾ ഉപയോഗിച്ച് ബാക്ക് ലൈറ്റ് ബ്ലോക്ക് ചെയ്യുകയും കടത്തിവിടുകയും ചെയ്യുന്നതാണ് എന്ന് മനസ്സിലാക്കി. എങ്കിലും അതെങ്ങനെയാണ് ഡിസ്പ്ലേക്കുള്ളിൽ നടക്കുന്നത് എന്ന് നമ്മൾ പറഞ്ഞില്ല. ഇതേപോലെ കറുത്ത കാർഡ്ബോർഡ് വെച്ച് മറയ്ക്കുന്നതല്ലല്ലോ TVക്കുള്ളിൽ നടക്കുന്നത്. അതെങ്ങനെ സാധ്യമാവുന്നു എന്ന് നോക്കാം. ഇനി LCD ലിക്വിഡ് ക്രിസ്റ്റൽ ഡിസ്പ്ലേ എന്നതിൻ്റെ ചുരുക്കമാണല്ലോ. ലിക്വിഡ് ക്രിസ്റ്റലുകളാണ് ഇതിൻ്റെ പ്രധാന ഘടകം. വോൾട്ടേജ് കൊടുക്കുന്നതനുസരിച്ച് രൂപമാറ്റം വരികയും പ്രകാശത്തെ തടയുകയോ അല്ലെങ്കിൽ കടത്തിവിടുകയോ ചെയ്യുന്ന രീതിയിൽ മാറാൻ കഴിവുള്ളവയാണ് ഇത്. ഇതെങ്ങനെയാണെന്ന് മനസ്സിലാക്കാനായി നമുക്ക് ഈ പോളറൈസ്ഡ് ഗ്ലാസ് ഉള്ള സൺഗ്ലാസസ് ഉപയോഗിച്ച് ഒരു പരീക്ഷണം ചെയ്യാം. ഈ TVയുടെ സ്ക്രീനിൽ വൈറ്റ് ഇമേജ് ഇട്ടിട്ട് അതിന് മുന്നിൽ ഈ ഗ്ലാസ് പിടിക്കാം. ഇപ്പോൾ ഇതിലൂടെ TV സ്ക്രീൻ കാണാമല്ലോ. ഇനി ഈ ഗ്ലാസ് ഒന്ന് 90 ഡിഗ്രി തിരിച്ചു നോക്കാം. ഇപ്പോൾ ഇതിലൂടെ ഒന്നും കാണുന്നില്ല. TVയുടെ ലൈറ്റ് ഇത് ബ്ലോക്ക് ചെയ്തു. പോളറൈസ്ഡ് സൺഗ്ലാസസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ TVയുടെയോ ഫോണിൻ്റെയോ LCD സ്ക്രീനിൽ ഇത് ചെയ്ത് നോക്കാം. ഇതെന്ത് മാജിക്കാണ്? എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? LCD സ്ക്രീനിൽ നിന്ന് വരുന്ന ലൈറ്റ് പോളറൈസ്ഡ് ആയതുകൊണ്ടാണിത്. പ്രകാശം ഒരു ഇലക്ട്രോമാഗ്നറ്റിക് വേവ് അഥവാ തരംഗം ആണെന്ന് അറിയാമല്ലോ. സാധാരണ പ്രകാശത്തിൽ ഈ വേവ് എല്ലാ ദിശയിലും വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട്. എന്നാൽ പോളറൈസ്ഡ് ലൈറ്റ് ആണെങ്കിൽ ഒരു ദിശയിൽ മാത്രമേ ഈ വൈബ്രേറ്റ് ചെയ്യാൻ കഴിയുള്ളൂ. ഇങ്ങനെയുള്ള പോളറൈസ്ഡ് ലൈറ്റ് ഇതേപോലെ ഒരു പോളറൈസ്ഡ് ഗ്ലാസ്സിൽ എത്തുമ്പോൾ പ്രകാശത്തിൻ്റെ പോളറൈസേഷനും ഈ ഗ്ലാസിൻ്റെ പോളറൈസേഷനും
ഒരേ ദിശയിലാണെങ്കിൽ മാത്രമേ പ്രകാശത്തിന് ഇതിലൂടെ കടന്ന് പുറത്തേക്ക് വരാൻ പറ്റുള്ളൂ. ലൈറ്റ് പോളറൈസേഷൻ ഗ്ലാസ് പോളറൈസേഷൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെങ്കിൽ ആ ലൈറ്റ് ബ്ലോക്ക് ആവും. അതാണ് ഇത് നേരെ പിടിച്ചപ്പോൾ ലൈറ്റ് പാസ് ചെയ്യുന്നതും 90 ഡിഗ്രി തിരിച്ചു വിട്ടപ്പം ആ ലൈറ്റ് ബ്ലോക്ക് ആവുന്നതും. ഈ ഗ്ലാസ്സിലുള്ള തന്മാത്രകളുടെ അലൈൻമെൻ്റ് ആണ് ഇതിൻ്റെ പോളറൈസേഷൻ ഡയറക്ഷൻ നിശ്ചയിക്കുന്നത്. ഇപ്പോൾ LCD എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് ചിലപ്പോൾ ഊഹിക്കാൻ പറ്റിയേക്കും. ലിക്വിഡ് ക്രിസ്റ്റൽസിന് ലൈറ്റ് പോളറൈസേഷൻ ഡയറക്ഷൻ മാറ്റാനുള്ള കഴിവുണ്ട്. വോൾട്ടേജ് കൊടുത്ത് നമുക്ക് ഈ ഡയറക്ഷൻ മാറ്റാൻ കഴിയും. വോൾട്ടേജ് അപ്ലൈ ചെയ്താൽ എളുപ്പത്തിൽ ലിക്വിഡ് ക്രിസ്റ്റലിലെ തന്മാത്രകളുടെ അലൈൻമെൻറ്റ് മാറാൻ കഴിയുന്നതുകൊണ്ടാണ്. ഈ പ്രത്യേകത ഉപയോഗിച്ചാണ് ഇതിലെ പിക്സലുകൾ ലൈറ്റ് ബ്ലോക്ക് ചെയ്യുകയോ പാസ് ചെയ്യുകയോ ചെയ്യുന്നതും നേരത്തെ നമ്മൾ ഡെമോ കാണിച്ചതുപോലെ ഇമേജ് ഉണ്ടാവുന്നതും. LCD സ്ക്രീനുകൾ പല ലെയറുകളായാണ് ഉണ്ടാവുക. ഏറ്റവും പുറകിൽ ഒരു ലൈറ്റ് സോഴ്സ്, LED ലൈറ്റോ CFL ഒക്കെ ആവാം. ഇതിന് മുന്നിൽ ഈ ലൈറ്റ് ഡിഫ്യൂസായി എല്ലാ പിക്സലുകളിലേക്കും ഒരേ അളവിൽ പ്രകാശം എത്തിക്കാനായി ഒരു ഡിഫ്യൂസർ ഉണ്ടാവും. ഇതിൻ്റെ മുന്നിൽ പോളറൈസർ, ഇത് ലൈറ്റിൻ്റെ പോളറൈസേഷൻ ഒരു ഡയറക്ഷനിൽ മാത്രമാക്കും. അത് കഴിഞ്ഞ് ലിക്വിഡ് ക്രിസ്റ്റൽ പിക്സലുകൾ, ഇതിൻ്റെ മുന്നിൽ വീണ്ടും ഒരു പോളറൈസർ. ലിക്വിഡ് ക്രിസ്റ്റൽ പിക്സലുകളിൽ ഓരോന്നിലും വോൾട്ടേജ് ക്രമീകരിക്കാനുള്ള സർക്യൂട്ട് ഉണ്ടാവും. അതനുസരിച്ച് ഏതൊക്കെ പിക്സലുകളിലൂടെ എത്ര ലൈറ്റ് വരണം, ഏതൊക്കെ ബ്ലോക്ക് ചെയ്യണം എന്നൊക്കെ തീരുമാനിക്കും. അങ്ങനെ നമുക്ക് സ്ക്രീനിൽ ഇമേജ് ഉണ്ടാവും. ഡിജിറ്റൽ ക്ലോക്കുകളിലും വാച്ചുകളിലും കാൽക്കുലേറ്ററിലുമൊക്കെ സാധാരണയായി LCD സ്ക്രീനാണ് കാണാറ്. ഇതിൽ അക്ഷരങ്ങളും അക്കങ്ങളും ഒക്കെ തെളിയുന്നത് നോക്കിയാൽ നമുക്കിതിൻ്റെ പ്രവർത്തനം ശരിക്കും മനസ്സിലാക്കാം. ഇതുവരെ നമ്മൾ പറഞ്ഞതെല്ലാം വെച്ച് ബ്ലാക്ക് ആൻഡ് വൈറ്റ് മാത്രമല്ലേ സാധ്യമാവുകയുള്ളൂ. പുറകിൽ വെള്ള ബ്ലാക്ക് ലൈറ്റ് അതിനെ ലിക്വിഡ് ക്രിസ്റ്റൽ ഉപയോഗിച്ച് കടത്തി വിടുകയോ ബ്ലോക്ക് ചെയ്യുകയോ ചെയ്ത് ചിത്രം ഉണ്ടാക്കുന്നു. ഇനി കളർ ഡിസ്പ്ലേ വേണമെങ്കിൽ ഇതിൽ എന്ത് മാറ്റം വരുത്തും? കളർ ഡിസ്പ്ലേ വേണമെങ്കിൽ ഇപ്പോൾ പറഞ്ഞ ഓരോ പിക്സലിൻ്റെ സ്ഥാനത്ത് 3 പിക്സലുകൾ വേണം. റെഡ്, ബ്ലൂ, ഗ്രീൻ. ഈ 3 പ്രൈമറി കളറുകൾ ചേർത്ത് എല്ലാ കളറുകളും ഉണ്ടാക്കാൻ കഴിയും. ഈ 3 കുഞ്ഞു പിക്സലുകൾ ചേർന്നാണ് കളർ സ്ക്രീനിലെ ഒരു പിക്സൽ. റെഡ്, ബ്ലൂ, ഗ്രീൻ പിക്സലുകളുടെ ഇൻറ്റൻസിറ്റി അനുസരിച്ച് ഇഷ്ടമുള്ള കളർ ഓരോ പിക്സലിലും കിട്ടും. എങ്ങനെയാണ് റെഡ്, ബ്ലൂ, ഗ്രീൻ പിക്സൽ ഉണ്ടാക്കുക? അത് വളരെ സിമ്പിളാണ്. സാധാരണ ഒരു LCD പിക്സൽ എടുത്ത് അതിൻ്റെ മുന്നിൽ ഒരു റെഡ് ഫിൽറ്റർ വെച്ചാൽ അത് റെഡ് പിക്സലാവും. അതേപോലെ തന്നെ മറ്റതും. ലിക്വിഡ് ക്രിസ്റ്റൽ ഡിസ്പ്ലേകളെ പറ്റി മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഇനി അടുത്ത ഡിസ്പ്ലേ ടെക്നോളജി നോക്കാം. LCDക്ക് പകരം LED ഉപയോഗിച്ചുള്ള ഡിസ്പ്ലേകൾ. LCDക്ക് ഒരു ബാക്ക് ലൈറ്റ് വേണമെന്ന് നമ്മൾ കണ്ടല്ലോ. പണ്ട് ഇത് ഫ്ലോറസെൻ്റ് ലാമ്പ് ഉപയോഗിച്ചായിരുന്നു ഉണ്ടാക്കിയിരുന്നത്. എന്നാൽ ഇപ്പോൾ LED ഉപയോഗിച്ച് ബാക്ക് ലൈറ്റ് ഉണ്ടാക്കി കമ്പനികൾ അത് LED ഡിസ്പ്ലേ എന്ന് പറഞ്ഞ് വിൽക്കുന്നുണ്ട്. എന്നാൽ ഇത് ശരിക്കും LCD തന്നെയാണ്, ബാക്ക് ലൈറ്റ് LED ആണെന്ന് മാത്രം. ഓർഗാനിക് LED അഥവാ OLED, മൈക്രോ LED ഒക്കെയാണ് LED ഉപയോഗിച്ച് ഇമേജ് ഉണ്ടാക്കുന്ന ഡിസ്പ്ലേ ടെക്നോളജീസ്. നമ്മൾ ഇനി വീഡിയോയിൽ LED ഡിസ്പ്ലേ എന്ന് പറയുമ്പോൾ ഇതായിരിക്കും ഉദ്ദേശിക്കുന്നത്. OLED ആയിരിക്കും ഇതിൽ ഏറ്റവും കോമൺ. ആദ്യം കണ്ട സാംസങ്ങിൻ്റെ ഫോൾഡിംഗ് ഫോണുകൾ, ഏറ്റവും പുതിയ ഐഫോണുകൾ, സോണിയുടെയും LGയുടെയും പ്രീമിയം TV സ്ക്രീനുകളൊക്കെ ഇപ്പോൾ OLED സ്ക്രീനാണ് ഉണ്ടാവുക. LCD സ്ക്രീനുകളുടെ പ്രവർത്തനം മനസ്സിലാക്കിയ സ്ഥിതിക്ക് LED മനസ്സിലാക്കാൻ എളുപ്പമാണ്. സിമ്പിൾ ഉദാഹരണമായി നമ്മുടെ KSRTC ലോ ഫ്ലോർ ബസ്സിലേക്കുള്ള ഡിജിറ്റൽ ഡിസ്പ്ലേ ബോർഡ് ഓർത്താൽ മതി. അതിൻ്റെ ഒരു ചെറിയ വേർഷൻ എൻ്റെ അടുത്തുണ്ട്. LED മെട്രിക്സ് ഡിസ്പ്ലേ എന്നാണ് ഇതിന് പറയുന്നത്. ഇതിൽ ഓരോ പിക്സലുകളും ഓരോ ചെറിയ LED ആണ്. ഡിസ്പ്ലേ മുഴുവൻ ഇങ്ങനെ പിക്സലുകൾ നിരത്തി വെച്ചിരിക്കുന്നവയാണ് മെട്രിക്സ് ഡിസ്പ്ലേ. നമ്മുടെ TVയിലും ഫോണിലും ഒക്കെ ഉള്ളത് മെട്രിക്സ് ഡിസ്പ്ലേ ആണ്. മുമ്പ് കണ്ട ക്ലോക്ക് ഒക്കെ ആണെങ്കിൽ അതിൽ അക്കങ്ങൾ തെളിയുന്ന പാറ്റേൺ അനുസരിച്ച് മാത്രം ചിലയിടത്താണ് പിക്സലുകൾ വെച്ചിട്ടുള്ളത്. അങ്ങനെയുള്ളവ സെഗ്മെൻറ്റ് ഡിസ്പ്ലേസ് എന്നും അറിയപ്പെടുന്നു. LED എന്താണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. കറണ്ട് കൊടുത്താൽ ലൈറ്റ് ഉണ്ടാക്കുന്ന ഒരു സെമി കണ്ടക്ടർ ഡിവൈസാണത്, ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്. ഈ ഡിസ്പ്ലേകളിൽ എത്ര പിക്സൽസ് വേണോ അത്രയും ചെറിയ LEDകൾ വെക്കുന്നു. അതിൽ നമുക്ക് വേണ്ട പാറ്റേൺ അനുസരിച്ച് ആവശ്യമായവ തെളിയുന്നു. LCD വെച്ച് നോക്കുമ്പോൾ ഇത് വളരെ സിമ്പിളാണല്ലേ. പോളറൈസറും ലൈറ്റ് പോളറൈസേഷൻ ചേഞ്ച് ആവുന്നതും ഒന്നുമില്ല. ഓരോ പിക്സലുകളിലും 3 LEDകൾ റെഡ്, ബ്ലൂ, ഗ്രീൻ വെച്ചാൽ കളർ സ്ക്രീനും റെഡി. ഇനി ഇങ്ങനത്തെ സൂക്ഷ്മമായ വളരെ ചെറിയ ചെറിയ ധാരാളം LEDകൾ സങ്കല്പിക്കും. OLED അല്ലെങ്കിൽ മൈക്രോ LED സ്ക്രീനുകളിൽ ഉള്ളത് അങ്ങനെയാണ്. 4K ഡിസ്പ്ലേ ആണെങ്കിൽ 83 ലക്ഷത്തോളം പിക്സലുകൾ, ഓരോന്നിലും റെഡ്, ബ്ലൂ, ഗ്രീൻ എന്നീ കളറുള്ള 3 കുഞ്ഞു LEDകൾ. ഇത്രയും ചെറിയ ഡിവൈസുകളും അവയിലെ സർക്യൂട്ടും ഒക്കെ ഉണ്ടാക്കുന്ന ഇന്നത്തെ ടെക്നോളജി സങ്കീർണത ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇപ്പോൾ നിലവിലുള്ള 2 പ്രധാന ഡിസ്പ്ലേ ടെക്നോളജികളെക്കുറിച്ച് മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഇവ തമ്മിലൊരു താരതമ്യമായാലോ. അത് എളുപ്പമാക്കാൻ ഇവിടെ 2 ക്ലോക്ക് എടുത്തിട്ടുണ്ട്. ഇത് LCD സ്ക്രീനുള്ളതും ഇത് LED-യും. രണ്ടും സെഗ്മെൻറ്റ് ഡിസ്പ്ലേ ആണ്. ഏറ്റവും പ്രധാന വ്യത്യാസം ലിക്വിഡ് ക്രിസ്റ്റൽ സ്വന്തമായി പ്രകാശം ഉണ്ടാക്കുന്നില്ല എന്നതാണ്. ഒരു ബാക്ക് ലൈറ്റ് അതിനാവശ്യമാണ്. അതിനെ മോഡുലേറ്റ് ചെയ്യുക മാത്രമാണ് ലിക്വിഡ് ക്രിസ്റ്റൽ ചെയ്യുന്നത്. ഇപ്പോൾ ഈ LCD ക്ലോക്കിൽ
ബാക്ക് ലൈറ്റ് ഓഫ് ആക്കിയാൽ ഇതിലെ അക്കങ്ങൾ കാണാൻ ബുദ്ധിമുട്ടാണെന്ന് കാണാം. ബാക്ക് ലൈറ്റ് ഇല്ലാത്ത കാൽക്കുലേറ്റർ, വാച്ച് ഒക്കെ ഇരുട്ടത്ത് ഉപയോഗിക്കാൻ പറ്റത്തില്ല. എന്നാൽ LED സ്വന്തമായിട്ട് വെളിച്ചം ഉണ്ടാക്കുന്നത് കൊണ്ട് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. ഇപ്പോൾ ഈ ഫ്ലിക്കർ നിങ്ങൾ ക്യാമറയിൽ കാണുന്നത് ക്യാമറയുടെ ഷട്ടർ സ്പീഡ് കൊണ്ടാണ്. അത് ഇഗ്നോർ ചെയ്യാം. LED ഡിസ്പ്ലേയിൽ ആവശ്യമുള്ള LED മാത്രമാണ് തെളിയുന്നത്, ബാക്കിയുള്ളവ ഓഫ് ആയിരിക്കും. ഇതുകൊണ്ട് 2 പ്രയോജനങ്ങളാണുള്ളത്. 1 ഊർജ്ജ സംരക്ഷണം, 2 ഹൈ കോൺട്രാസ്റ്റ്. LCDയിൽ ബാക്ക് ലൈറ്റ് എപ്പോഴും ഓൺ ആയതുകൊണ്ട് കൂടുതൽ ഊർജ്ജം ഉപയോഗിക്കും. പിന്നെ ഒരു ഡാർക്ക് ഇമേജ് ആണെങ്കിലും ബാക്ക് ലൈറ്റ് ചെറുതായി പുറത്തേക്ക് വരുന്നത് കൊണ്ട് സ്ക്രീൻ കംപ്ലീറ്റ്ലി ബ്ലാക്ക് ആയിരിക്കില്ല. LED ആണെങ്കിൽ ബ്ലാക്ക് ഇമേജ് ഇട്ടാൽ സ്ക്രീൻ ഓഫ് ആയതുപോലെ തന്നെയാണ്. ഇതൊരു ചിത്രത്തിലെ ഇരുണ്ടതും തെളിഞ്ഞതുമായുള്ള ഭാഗങ്ങൾ വേറിട്ട് കാണിക്കുന്നതിന് സഹായിക്കും. കോൺട്രാസ്റ്റ്. ഇപ്പോൾ പ്രീമിയം LCD പാനൽസിലൊക്കെ ഒരു ബാക്ക് ലൈറ്റിന് പകരം ഒരു അറേ ഉപയോഗിച്ച് ഈ പ്രശ്നങ്ങൾ കുറയ്ക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ LED സ്ക്രീനുകൾ ഇതിൽ വളരെ മുന്നിലാണ്. ഇങ്ങനെ എല്ലാ കാര്യത്തിലും മികച്ചതാണെങ്കിൽ പിന്നെ എല്ലാ ഡിവൈസിലും OLED ഉപയോഗിച്ചാൽ പോരെ. എന്തിനാ LCD എന്ന ചോദ്യം വരാം. OLED താരതമ്യേന പുതിയൊരു ടെക്നോളജി ആയതുകൊണ്ടാണത്. LCD കാലങ്ങളായി ഡെവലപ്പ് ചെയ്യുകയും മാസ് പ്രൊഡ്യൂസ് ചെയ്ത് വരികയും ചെയ്യുന്നതാണ്. എന്നാൽ താരതമ്യേന പുതിയ ടെക്നോളജിയായ OLED ഉണ്ടാക്കുന്നത് ഇപ്പോഴും ബുദ്ധിമുട്ടും ചെലവും കൂടിയൊരു കാര്യമാണ്. പിന്നെ ബേൺ-ഇൻ, ലോഞ്ചിവിറ്റി എന്നിവയൊക്കെ OLEDൻ്റെ കുറവുകളാണ്. എന്നാൽ ഇതൊക്കെ ടെക്നോളജി കൂടുതൽ ഡെവലപ്പ് ആവുന്നതനുസരിച്ച് മാറാവുന്ന കാര്യമാണ്. ഇനി അങ്ങോട്ട് കൂടുതൽ OLED, മൈക്രോ LED ഡിസ്പ്ലേസ് ഒക്കെ കാണാനാണ് സാധ്യത. ഓർഗാനിക് LEDയെ പറ്റി കുറേയായി പറയുന്നുവെങ്കിലും എന്താണ് ഇതിലെ ഓർഗാനിക് എന്ന് നമ്മൾ പറഞ്ഞില്ല. ആദ്യം കണ്ട മടങ്ങുന്ന ഫോണുകളൊക്കെ സാധ്യമാവുന്നത് OLED കാരണമാണ്. ഇതേപ്പറ്റി അറിയാനായി ഓർഗാനിക് ഇലക്ട്രോണിക്സിൽ PhD എടുത്ത നമ്മുടെ സുഹൃത്ത് അഭിജിത്തിനോട് നമുക്ക് ചോദിക്കാം. ഓർഗാനിക് ഇലക്ട്രോണിക്സിനെ പറ്റിയും അതിൻ്റെ ആപ്ലിക്കേഷൻസിനെ പറ്റിയും അതിലിപ്പോൾ നടക്കുന്ന പുതിയ ഗവേഷണത്തെ പറ്റിയുമൊക്കെ അദ്ദേഹം ചുരുക്കി പറയും. നമസ്കാരം. ഇലക്ട്രോണിക്സിൻ്റെ ഒരു ബ്രാഞ്ചാണ് ഓർഗാനിക് ഇലക്ട്രോണിക്സ്. പേരിൽ തന്നെ ആദ്യം ഓർഗാനിക് എന്ന് വരാൻ കാരണം അവ കാർബൺ അടിസ്ഥാനമായ തന്മാത്രകൾ കൊണ്ട് ഉണ്ടാക്കിയതിനാലാണ്. പൊതുവെ അവയുടെ വലുപ്പം അനുസരിച്ച് അവയെ 2ആയി തരംതിരിക്കാറുണ്ട്. ഒന്ന് സ്മോൾ മോളിക്യൂൾസ്, ഫുള്ളൻ പോലെയൊക്കെ ഉള്ളവ, പിന്നെ വളരെ നീളം കൂടിയ മോളിക്യൂൾസ് അഥവാ പോളിമേഴ്സ്. നിങ്ങൾ പ്ലാസ്റ്റിക് കവറുകളൊക്കെ ധാരാളം കണ്ടിട്ടുണ്ടാവുമല്ലോ, അവയും പോളിമേഴ്സ് തന്നെയാണ്. അപ്പോൾ ഓർഗാനിക് ഇലക്ട്രോണിക്സ് എങ്ങനെയാണ് വ്യത്യസ്തമാകുന്നത്? ഓർഗാനിക് ഇലക്ട്രോണിക്സ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പോളിമേഴ്സ് കണ്ടക്റ്റിംഗ് അല്ലെങ്കിൽ സിലിക്കണൊക്കെ പോലെ സെമി കണ്ടക്റ്റിംഗ് ആണ്. അപ്പോൾ ഇവ സാധാരണ കാണാനുള്ള പ്ലാസ്റ്റിക് പോലെ ഫ്ലെക്സിബിളും സ്ട്രെച്ചബിളും ഒക്കെയാണ്. അതുകൊണ്ട് തന്നെ ഇവയെ പ്ലാസ്റ്റിക് ഇലക്ട്രോണിക്സ് എന്നും വിളിക്കാറുണ്ട്. ഇങ്ങനെ എളുപ്പം വളയ്ക്കാനും ഒടിക്കാനും ഒക്കെ കഴിവുള്ള ഇലക്ട്രോണിക്സ് വിയറബിൾ ഇലക്ട്രോണിക്സ് ഉണ്ടാക്കാൻ ഉപയോഗിക്കാം. എന്ന് മാത്രമല്ല, ഈ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസും ഇവയുടെ വ്യത്യസ്തമായ ചാർജ് ട്രാൻസ്പോർട്ടും ഒക്കെ കാരണം ഇപ്പോൾ ഇവയെ ധാരാളമായി ഓർഗാനിക് LED ഉണ്ടാക്കാനും ഉപയോഗിക്കുന്നുണ്ട്. ഇവ ഉപയോഗിച്ച് നിങ്ങളുടെ TV, മൊബൈൽ ഫോൺ ഡിസ്പ്ലേ ഒക്കെ ധാരാളമായി ഉണ്ടാക്കാറുണ്ട്. മറിച്ച് ചുരുട്ടിക്കൊണ്ട് നടക്കാവുന്ന സോളാർ സെൽ ഉണ്ടാക്കാനും ഇവ ഉപയോഗിക്കും. അപ്പോൾ ഇത് മാത്രമാണോ ഇവയുടെ ഉപയോഗം? നേരത്തെ പറഞ്ഞ പോലെ ഇവ കാർബൺ അടിസ്ഥാനമായ തന്മാത്രകളാൽ നിർമ്മിതമാണ്. ഭൂമിയിലെ ജീവജാലങ്ങളും കാർബൺ അടിസ്ഥിതമാണ്. ഓർഗാനിക് ഇലക്ട്രോണിക്സ് ഉപയോഗിച്ച് നമുക്ക് ബയോകോമ്പാറ്റബിളായ ഡിവൈസസ് ഉണ്ടാക്കാൻ സാധിക്കും. ഇങ്ങനെയുള്ള ഡിവൈസസ് ഉപയോഗിച്ച് നമുക്ക് ശരീരത്തിന് കേടുകൂടാതെ അഥവാ ഇമ്മ്യൂൺ റെസ്പോൺസ് വളരെ കുറച്ച് നമ്മുടെ ബോഡി ഫങ്ഷൻസ് വിലയിരുത്താൻ പറ്റും വിധം ഡിവൈസസ് നമ്മുടെ ശരീരത്തിന് പുറത്തോ ഉള്ളിലോ ഒക്കെ ഘടിപ്പിക്കാൻ സാധിക്കും. ഞാനിപ്പോൾ ഇതുപോലെ ഒരു ഏരിയയിലാണ് വർക്ക് ചെയ്യുന്നത്. ഇങ്ങനെയുള്ള ബയോ ഇലക്ട്രോണിക് ഡിവൈസസ്, കൂടുതൽ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞാൽ ഓർഗാനിക് ഇലക്ട്രോ കെമിക്കൽ ട്രാൻസിസ്റ്റേഴ്സ് ഉണ്ടാക്കുകയും അവയുടെ പ്രവർത്തനം വിലയിരുത്തുകയുമാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. ഇവ നമുക്ക് ബ്രെയിൻ മെഷീൻ ഇൻ്റർഫേസ് ഒക്കെ ഉണ്ടാക്കാനും കോവിഡ് പോലുള്ള മഹാമാരികൾ ഡിറ്റക്ട് ചെയ്യാനും ഒക്കെ ഉപയോഗിക്കാം. അപ്പോൾ ഞാൻ ചുരുക്കുന്നു. ടേക്ക് കെയർ, ഗുഡ് ബൈ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് പ്രോത്സാഹിപ്പിക്കുക. നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ താഴെ കമൻസിൽ എഴുതുക. അപ്പോൾ മറ്റൊരു സൈക്കേരളം വീഡിയോയിൽ കാണും വരെ ഗുഡ് ബൈ, ടേക്ക് കെയർ.